ഇന്ന് ആയോധന കല പരിശീലനം വളരെ കുട്ടികളിലൊക്കെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പഴയതുപോലെയല്ല. പഴയ കാലങ്ങളിൽ ചെറിയ കൊച്ചുകുട്ടികളൊന്നും ആയോധന കലയിലേക്ക് പറഞ്ഞേക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് വളർന്നു വന്നൊരു കാലഘട്ടമാണ് മാർഷൽ ആർട്സ്. അപ്പോൾ ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നതിനുള്ളൊരു ഗുണം, കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിലും മനസ്സിലായി വരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് കാണുന്നത്. കാരണം ഏതൊരു മതവിശ്വാസികളാണെങ്കിലും ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന സിസ്റ്റം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ആ ഒരു സിസ്റ്റം മാർഷൽ ആർട്സിൽ പഴയകാലത്ത് തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ ജാപ്പാനീസിൽ നിന്നൊക്കെ ഒരുപാട് മാസ്റ്റർമാരൊക്കെ കേരളത്തിൽ വന്നിട്ടും ഇന്ത്യയിൽ വന്നിട്ടൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിലൊക്കെ കാണുന്നത് ആ ഒരു സിസ്റ്റമാണ്. അവിടെ ജാപ്പാനീസ് ഒരു മൂവി കണ്ടാൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മര്യാദ, ഒരു എത്രത്തോളം ഒതുക്കത്തിലാണ് അവർ ജീവിക്കുന്നത്, എങ്ങനെ നിൽക്കുന്നത്, ഒരു സ്കൂളിൽ ഒരു HM അടുത്ത് പോയാൽ എങ്ങനെ സംസാരിക്കുന്നത്, വീട്ടിൽ രക്ഷിതാക്കളായിട്ട് എങ്ങനെ സംസാരിക്കുന്നത്, അവിടെ ആ സ്റ്റാൻഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് എല്ലാവരും പറയും. ഇപ്പോൾ ഈ മൊബൈൽ കാലഘട്ടം ഒരു ജനറേഷൻ വളരെ ബാഡായിട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഓരോരുത്തരും പറയാറുണ്ട്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് കുട്ടികളെ ഒരു ഹൊറർ ഫൈറ്റിന് തയ്യാറാക്കില്ല. മുൻപൊക്കെ ഫൈറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മരത്തിൻ്റെ തുടക്കം, അതിൻ്റെ വേരുകളും അതിൻ്റെ കടകളൊക്കെ ആയിട്ട് വരുന്ന, അതാണ് ഞങ്ങൾ ഫസ്റ്റിൽ കുട്ടികൾ കൊടുക്കുന്ന ഒരു നിൽക്കാൻ പഠിക്കുക എന്നുള്ളൊരു മരം. വളരെ ആദ്യമായിട്ട് ഒരു മരം മുളച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ, അതിന് ചില്ലകളും ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു പോകുന്നതാണ് ഞങ്ങൾ കിഹോൺ എന്ന് പറയും. ഫസ്റ്റ് കിഹോൺ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സിലബസാണ്. പിന്നെ കത്ത എന്ന് പറയും, അതിൻ്റെ ചില്ലകളും ഇലകളൊക്കെ കത്താസ് എന്ന് പറയും. ജാപ്പാനീസിൽ കത്താസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെൽഫ് മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അതിന് ആ മരം വലുതായിട്ട് അതിന് പൂവും കായ്കളൊക്കെ ആകുമ്പോഴാണ് ഫൈറ്റ് വരുന്നത്. കുമുത്തെ, ജാപ്പാനീസിൽ കുമുത്തെ എന്ന് പറയും. അപ്പോൾ ഈ ഫൈറ്റ് വളരെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്. അതിനു മുമ്പ് കൊടുക്കുന്നത് ഈ ഒരു വളർച്ചയാണ്. കുട്ടികൾ എങ്ങനെ വളരണം, എങ്ങനെ രക്ഷിതാക്കളായിട്ട് പെരുമാറണം, എങ്ങനെ ഗുരുനാഥന്മാരായിട്ട് പെരുമാറണം, ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഇന്ന് സ്കൂളുകളിലൊക്കെ KG മുതൽ കരാട്ടെ തുടങ്ങുന്നുണ്ട്. മാർഷൽ ആർട്സിന് വളരെ പ്രാധാന്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മതസ്ഥർക്കും എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥന നമ്മൾ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, അതിപ്പോൾ ഒരു മുസ്ലിം ആണെന്നെങ്കിൽ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം മേഖലകളിൽ അവർ ചെയ്യണം, ഏതെല്ലാം പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നടക്കുന്നുണ്ട് ആളുകളൊക്കെ, ഇത്ര സ്ത്രീകളൊക്കെ റോട്ടിൽ നടക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പർദ്ദ പല ഡ്രസ്സിലും ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകും. അത് എപ്പോഴാണ് നടക്കുന്നത്? സുബഹി നമസ്കാരം വളരെ ഫാസ്റ്റായിട്ട് സുബഹി നമസ്കരിച്ചിട്ട് അവരൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നടക്കും. പക്ഷേ ഞാനൊരു അഭിപ്രായം പറയുന്നത്, അതിന് മുമ്പ് നമ്മളൊരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക. സുബൈൻ്റെ 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് അവർ ശരിക്ക് തഹജ്ജുദ് എന്ന് പറഞ്ഞ നമസ്കാരം ഉണ്ടല്ലോ, അത് കണക്കില്ലല്ലോ നമുക്ക്. ഒരു 30, 40, 20 ഇങ്ങനെ ഏതെങ്കിലും ഒരു എണ്ണത്തിൽ തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ ഈ നടക്കുന്നതിനെക്കാട്ടും ഒരു 75% കൂടുതൽ ആരോഗ്യം അവർക്ക് ലഭിക്കും, കറക്റ്റായിട്ട് ലഭിക്കും. കാരണം ആ സമയത്ത് നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിന് പറ്റിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ ആ ആഭാസത്തിനേക്കാളും നല്ലത് ഈ നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്നൊരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായും മാനസികമായിട്ടും എല്ലാം ഗുണം ചെയ്യുന്ന, നാളെ ദൈവത്തിൻ്റെ അടുത്തേക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വിഭാഗത്താണ് നമസ്കാരം. അത് നമ്മൾ സുബഹിനെക്കാട്ടും ഒരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. അത് ഇസ്ലാം വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യം ആ വ്യക്തിക്കുണ്ടാവും. ശേഷം റോട്ടിലിറങ്ങി നടക്കേണ്ട ആവശ്യം വരുന്നില്ല, അത്ര സമയം വേണ്ടതാണ്. കംപ്ലീറ്റ് ബോഡി ഫ്ലെക്സിബിളാവും, ഒരുവിധ അസുഖങ്ങളൊന്നും വരില്ല. ആ ദിവസം ഫുള്ള് ഹാപ്പി ആയിരിക്കും ഏകദേശം. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. യോഗ ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾ ഒരു 4 മണിക്ക് എണീറ്റ് യോഗ ചെയ്യും, 5 മണിക്ക് യോഗ ചെയ്യും. അത് ഇസ്ലാമിലുള്ള ആൾക്കാരാണെങ്കിൽ നമസ്കരിച്ചാൽ മതി. യോഗൻ്റെ ഏകദേശം അതേ കോപ്പി തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്വയം ചിന്തിക്കുക എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ മറ്റു മതസ്ഥരാണെങ്കിൽ, ഇപ്പോൾ ഹിന്ദുസ് ആണെന്നെങ്കിൽ അവർക്ക് അമ്പലത്തിൽ പോകാം. ഏറ്റവും രാവിലെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാറുണ്ടല്ലോ, ആ സമയത്ത് അമ്പലത്തിൽ പോകാം. ശരിക്കും അമ്പലത്തിൽ പോയിട്ട് അവിടെ ആൽമരൊക്കെ ഉള്ള അമ്പലമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഓക്സിജൻ കിട്ടും, നല്ല ഓക്സിജൻ കിട്ടും. കാരണം ആ സമയത്ത് ഷർട്ടൊക്കെ അഴിച്ച് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജനും ആരോഗ്യം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വളർച്ചകൾ ഉണ്ടാവുകയാണ് ആ സമയത്ത്. പഴയ ആളുകളൊക്കെ ചെയ്തിരുന്നു, ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇന്ന് അതിനും മടിയാണ് ആളുകൾക്ക്. ഇന്ന് അതിന് പകരം നടക്കലും യോഗ ചെയ്യലും മറ്റ് എക്സസൈസ് ചെയ്യലൊക്കെയാണ്. പിന്നെ ഞാൻ ശരിക്കും എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ഞാൻ എക്സസൈസിനെ കുറ്റം പറയില്ല. പക്ഷേ അതിനേക്കാളും ബെറ്റർ ഓരോ മതങ്ങളിലും
പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പ്രാർത്ഥന അത് ഏറ്റവും വലിയൊരു എക്സസൈസായിട്ടാണ് ഞാൻ കാണുന്നത്. ഏറ്റവും നല്ലതാണത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഏകദേശം കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ സുഖമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചടഞ്ഞിരുത്ത് അത് നമ്മൾ ഒഴിവാക്കണം. നമുക്കൊരു 40 വയസ്സിലാണ് ശരിക്കും ഒരു പുരുഷൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അതുവരെ കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ പഠനം തീരുമ്പോൾ തന്നെ ഏകദേശം 30 വയസ്സാവും. 27, 28, 30 വയസ്സിലൊക്കെയാണ് ഓരോ കോഴ്സുകളൊക്കെ തീരുന്നത്. പിന്നെ 10 വർഷം കൊണ്ട് നമുക്ക് ജീവിതത്തിനെ പറ്റി ഒന്നും പഠിക്കാനാവുന്നില്ല. അതിനു മുമ്പ് തന്നെ ഒരാൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിട്ട് മൂലക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവസ്ഥ. സത്യത്തിൽ 40 വയസ്സ് മുതലാണ് ഒരു പക്വത ആർജിക്കുന്നത്. 40 ഒരുപാട് പൂർണ്ണതയുടെ ഒരു കാലമാണ്. 40 കളരി, 40 പേര് ജുമാക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് 40-ൽ. ഈ 40 വയസ്സാകുമ്പോഴത്തേനും ഒരാൾ സുഖമില്ലാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അങ്ങോട്ട് പിന്നെ ലൈഫില്ലല്ലോ. അപ്പോൾ അത് മാനസികമായിട്ട് മനസ്സ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് പഠിക്കുക. എന്താണ് എൻ്റെ മനസ്സ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് സ്വയം തീരുമാനിക്കണം. നമ്മൾ മറ്റുള്ള ഈ ഹോസ്പിറ്റലിനോ ഡോക്ടർമാർക്കോ മറ്റു ചികിത്സകർക്കോ അടിമപ്പെട്ടിട്ട് അത് മാത്രം കേൾക്കാതെ സ്വയം മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക. അപ്പോൾ മനസ്സ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് സഞ്ചരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ശരിക്കൊരു മറഞ്ഞിൽമാണ്. അതുകൊണ്ട് തന്നെ അത് മുഖാമുഖം ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അതാണ് പഴയ കാലത്ത് ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞിരുന്നത്. ഗുരുകുല സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മാതാപിതാ ഗുരുദൈവം, എത്ര നല്ല സംവിധാനമായിരുന്നു അതിൽ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ പഠിക്കാൻ ആളുകൾക്ക് സമയമില്ലാതെ വെറും സാമ്പത്തികത്തിൻ്റെ പുറകെ മാത്രം ആളുകൾ കൂടിയപ്പോഴാണ് ഈ മാതാപിതാ ഗുരുദൈവം എന്നുള്ള സിസ്റ്റം തന്നെ നമ്മളെ കേരളത്തിൽ നിന്നാണ് ഒരുവിധം കലകളൊക്കെ പോയിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ പഠിക്കാൻ ആളുകൾക്ക് സമയമില്ലാത്ത അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഈ ഗുരുകുല സമ്പ്രദായം നഷ്ടപ്പെട്ടത്. വീണ്ടും ഞങ്ങൾ കുറച്ച് പേര് അത് തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മാതാപിതാ ഗുരു, എന്താണ് മാതാവ്, എന്താണ് പിതാവ്, എന്താണ് ഗുരുനാഥന്മാർ, അത് ശരിക്കും നമ്മളെ ഈ തലമുറകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അവരറിവിലേക്കായിട്ട് നമ്മളത് സംഭാവന ചെയ്യണം. അപ്പോഴാണ് മാതാവിനെയും പിതാവിനെയും ഗുരുനാഥനെയും അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഈ 3 പേര് നമ്മളെ ശരീരത്തിൽ തന്നെ ഫുള്ള് കുടികൊള്ളാണ്. നമ്മൾ ഓരോ വെയിൻസ്, ഏകദേശം 72,000 നാഡികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന 3 നാഡികളാണ് മാതാവും പിതാവും ഗുരു. അങ്ങനെ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നമ്മൾ ശരീരത്തിൽ ആ നാഡികളെ ശരിക്കും കറക്റ്റാക്കി മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി മനസ്സിലാവും. നമുക്ക് നമ്മളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാവും. അങ്ങനെ ദൈവത്തെക്കുറിച്ച് മനസ്സിലായാൽ പിന്നെ ദൈവം ഇങ്ങോട്ട് ശ്രദ്ധിക്കും നമ്മളെ. ആ ഒരവസ്ഥക്കാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മക്കളും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും പഠിക്കേണ്ടത് എന്താണ് നമ്മളെ മാതാവ് എന്ന് ആദ്യം പഠിക്കണം. മാതാവിനെയും പിതാവിനെയും ശരീരത്തിൽ എവിടെയാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ നമ്മളെ ബോഡി സൃഷ്ടിച്ചിട്ടുള്ളത്, ദൈവം എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചത്, എന്താണ് നമ്മളെ ശരീരത്തിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ പവർ, ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ മാതാവിനെയും പിതാവിനെയും മനസ്സിലാവും. ഗുരുനാഥനെ മനസ്സിലാവും. എന്താണ് ഗുരുനാഥൻ, നമ്മളെ അറിവുകളൊക്കെ എവിടെ നിന്ന് കിട്ടി നമുക്ക്, നമ്മൾ ഈ മെസ്സേജസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗുരുനാഥനെക്കുറിച്ചും ഓരോരുത്തർക്കും മനസ്സിലാവും. അതിനും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗുരുമുഖത്ത് നിന്നും പഠിക്കണം. അതിനാ കഴിവുള്ള ഗുരുനാഥന്മാരെ കണ്ടെത്തി ഗുരുമുഖത്ത് നിന്നും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുരുനാഥൻ എന്ന് 100% മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അവർക്ക് ദൈവം എന്താണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾക്ക് എത്ര കഴിവുണ്ട്, നമ്മളെന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാവുന്നത്. ഒരു മനുഷ്യൻ അങ്ങനെ ആയിത്തീരുമ്പോൾ അയാൾക്ക് കംപ്ലീറ്റ് നമ്മളെ ബോഡിനെക്കുറിച്ച് ഫുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ജീവിതം തന്നെ ഒരു ഒതുങ്ങി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ഒതുക്കത്തിലായിരിക്കും. ഒരിക്കലും ഒരു എടുത്തുചാട്ടമോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പെരുമാറുമുള്ള രീതികളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം എന്താണ് ഞാൻ എന്ന വാക്കിന് അയാൾ അർത്ഥം കണ്ടെത്തും. ഞാൻ എന്ന അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഞാൻ എന്നത് അഹങ്കാരമാണ്. കംപ്ലീറ്റ് നമ്മളെ ശരീരവും നമ്മളെ ഈ പ്രവർത്തനങ്ങളും ബുദ്ധിയും ശക്തിയും നമ്മളെല്ലാ കഴിവുകളും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുനാഥൻ്റെയും കൂടിയാണെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനിലേക്ക് ഒതുങ്ങുന്നത്. ആ ഒരു സംവിധാനത്തേക്ക് നമ്മൾ കുട്ടികളെ എത്തിക്കണം. അത് ഇന്ന് പഠനശാലകളിൽ പല വിദ്യാലയങ്ങളിലും കുട്ടികളെ അടിക്കാൻ പാടില്ല, വടിയെടുക്കാൻ പാടില്ല, അധ്യാപകർക്ക് ഭയങ്കര ശിക്ഷയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ മക്കൾക്കത് അവർ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുക്കുന്നതിലും കൂടുതൽ അവർക്ക് പഠിക്കാനോ അറിയാനോ ഒന്നും സാധിക്കില്ല. ആ സിലബസ് മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ. എക്സ്ട്രാ എന്തെങ്കിലും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് കുട്ടികൾ എന്തെങ്കിലും എതിര് നിന്ന് കഴിഞ്ഞാൽ അതിനെതിർക്കാൻ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഗുരുനാഥന്മാർക്ക് അവകാശമില്ല. അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അവർ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ അവരുടെ അറിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്ന സിസ്റ്റം, ഗുരുകുല സമ്പ്രദായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. വീണ്ടും നമുക്ക് കുട്ടികളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ കുട്ടികളെയും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കുട്ടികളെയും നമുക്ക് ശരിക്ക് ഇങ്ങനെ മാർഷൽ ആർട്സിൽ കൂടി ആയോധന കലയിൽ കൂടി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം അതൊരു വേദിയാണ്. ഒരു ആയോധന കലയുടെ ഒരു വേദിയിൽ കുട്ടികൾ നമ്മൾ സൈലൻ്റായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടികളവിടെ ഇരിക്കും, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. അവർക്ക്
മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പറയുന്നവർ ഫീഡ് ചെയ്യും. അതിനവർ പിന്നീട് വലുതാവുമ്പോൾ എടുത്തിട്ട് അതിൽ നിന്നും അവർ ഡെവലപ്പ് ചെയ്തിട്ട് സംസാരിക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അവർക്ക് സാധിക്കും. അതല്ലാതെ നമ്മൾ വെറും സിലബസ് മാത്രം പഠിച്ചുകൊണ്ട് കുട്ടികൾ ആ നിലയ്ക്ക് എത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പ്രത്യേകം ഓരോ മോട്ടിവേഷനും കൊടുക്കേണ്ടിയിരിക്കുന്നു. ഉന്നതന്മാരെ രക്ഷിതാക്കളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുക്കും. രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം, നോക്കണം, അവരോട് പറയണം. ഇതുപോരാ, രക്ഷിതാക്കൾ ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ ഒരു കണക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് മാതാപിതാ ഗുരു എന്ന സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. എല്ലാ മതങ്ങളും അതിൻ്റേതായിട്ടുള്ള ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നാൽ പോരാ, അവരെ പുറത്തേക്ക് എടുത്തിട്ട് കുട്ടികൾക്ക് അറിയിക്കണം, കുട്ടികൾക്ക് അറിവ് കൊടുക്കണം. അങ്ങനെ അറിവ് കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് സമൂഹത്തിൽ ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയുള്ളൂ. ഇതാണ് എനിക്കെല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കാനുള്ളത്. ഒന്ന്, മതങ്ങൾക്ക് ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും അവകാശമില്ല. അവരൊക്കെ സ്വതന്ത്രമായിട്ട് ഓരോ മതങ്ങൾക്കും ജീവിക്കാനും അതിൻ്റേതായിട്ട് സിസ്റ്റം, പ്രത്യേകിച്ച് ഇസ്ലാമിലൊക്കെ ഇസ്ലാം വളരെ ലളിതമാണ്. എല്ലാവർക്കും കടന്നു വരാവുന്നതും എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാവുന്നതും എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കെയും ഒരു ചിരി സമ്മാനിച്ച് ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്നും ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരും. അതെല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സമുദായത്തിന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഴിയുന്ന വേദികളിലും രക്ഷിതാക്കളും ഗുരുനാഥന്മാരും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല കുട്ടികളാവാൻ വേണ്ടി എല്ലാവരെയും ശ്രമിക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.